അപ്പോൾ നമ്മൾ ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസൽ ആർക്കിൻ്റെ എപ്പിസോഡ് 3 ആണെന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിൽ നമ്മുടെ ഷിനോബുവും അപ്പർ റാങ്ക് 2 ആയിട്ടുള്ള ഡോമിയും തമ്മിലൊരു ഫൈറ്റ് കണ്ടിട്ടുണ്ടാവും. അതിൽ നമ്മുടെ ഡോമയ്ക്ക് നേരെ ഷിനോബു അവളുടെ പോയ്സൺ യൂസ് ചെയ്തെങ്കിലും അത് ഓവർകം ചെയ്തിട്ടുണ്ടാവും ഡോമ. അങ്ങനെ ഏതാണ്ട് അടിച്ച് ഡിഫീറ്റ് ആക്കാറായി നമ്മുടെ ഷിനോബുവിനെ ഡോമ. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ഷിനോബുയുടെ വോയിസിലുള്ള ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. ഷിനോബു അവളുടെ ചേച്ചി കാനയും അവളുടെ അച്ഛനും അമ്മയായിട്ടുള്ളൊരു ഹാപ്പി ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഡീമൺസ് കാരണം അവളുടെ ലൈഫ് തന്നെ ഇല്ലാതായത്. അപ്പോഴാണ് ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു മനോഹരമായിട്ടുള്ള ഗ്ലാസ് അല്ല, അത് എപ്പോൾ വേണമെങ്കിലും തകരാവുന്ന ഒന്നാണെന്ന് അവൾക്ക് മനസ്സിലായത്. അവളുടെ അച്ഛനെയും അമ്മയും ആ ഡീമൺസ് കൊന്നിട്ടുണ്ടായിരുന്നു. ഗ്യോമയായിരുന്നു അവളെ അന്ന് രക്ഷിച്ച്. അന്ന് ആ ഡീമൺസിനെ ഗ്യോമൈ ദ സ്റ്റോൺ ഹാഷറെ കൊന്ന് ഇവരെ രക്ഷിക്കുമ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലാവുന്നത്. പലരും തൻ്റെ ഹാപ്പിനെസ് മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ളവരുടെ സേഫ്റ്റിക്ക് വേണ്ടി പോരാടുന്നുണ്ട്. അന്നാണ് അവർക്കും അങ്ങനെ ആവണമെന്ന് തീരുമാനിച്ചത്. അന്നാണ് അവർ രണ്ടുപേരും പ്രോമിസ് ചെയ്തിട്ട് നമ്മളുടെ മരണം വരെയും ഒരുമിച്ച് ചേർന്ന് പോരാടി ഈ ഡീമൺസിനെ ഇല്ലാതാക്കുമെന്ന്. അതേസമയം നമ്മുടെ ഷിനോബു ഇപ്പോൾ പ്രസൻറ്റിൽ ആ ഡോമയുടെ കഴുത്തിന് നേരെ വാള് നീട്ടാണ്, പക്ഷെ അവൾക്ക് വെട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവളത് ചെയ്തുകൊണ്ട് തന്നെ മനസ്സിൽ പറയാണ്, ചിലപ്പോൾ എനിക്ക് ഈ ഡീമൺസിനെ എല്ലാം കൊല്ലാൻ പറ്റിയിട്ടുണ്ടാവില്ല, പക്ഷേ ഈ അപ്പർ റാങ്കിനെ കൊന്നു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ജനങ്ങളെ ഞാൻ രക്ഷിച്ച പോലെയാണെന്ന് പറഞ്ഞിട്ട് അവൾ അതിന് ശ്രമിക്കുകയാണ്. ഉടനെ തന്നെ ഡോമ ഇവളെ അടിച്ച് തെറിപ്പിക്കുകയാണ്. അങ്ങനെ തെറിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾക്ക് അവളുടെ ഫാമിലിയെ മൊത്തം മിന്നിമറിഞ്ഞു പോവാണ്. അവളുടെ അച്ഛനും അമ്മയും അവളുടെ സഹോദരി, ഇതിനു മുമ്പുണ്ടായിരുന്ന അവളുടെ സീനിയേഴ്സായിട്ടുണ്ടായിരുന്ന ഹാഷിറാസ്, എല്ലാവരെയും. അങ്ങനെ ഡോമ, നീ ഒരു പരാജയം തന്നെ, നിൻ്റെ സഹോദരിയുടെ അത്ര പോലും നീ ഇല്ലെന്ന് പറഞ്ഞിട്ട് നിന്നെ കൊല്ലുന്നത് തന്നെ എനിക്ക് അപമാനമാണ്. എന്തുകൊണ്ട് നീ എൻ്റെ കൂടെ എന്നേക്കായി ജീവിച്ചുകൂടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷിനോബുവിനെ കെട്ടിപ്പിടിച്ചിട്ട് അവളെ അബ്സോർബ് ചെയ്യാൻ തുടങ്ങുകയാണ് ഡോമ. അങ്ങനെ ഡോമ, നീ ഇനി പേടിക്കണ്ട, നീ ഇനി എന്നേക്കുമായിട്ട് എൻ്റെ ഉള്ളിലൂടെ ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹാഷിറ, ഇൻസെക്റ്റ് ഹാഷിറായിട്ടുള്ള ഷിനോബുവിനെ അബ്സോർബ് ചെയ്യാൻ തുടങ്ങുകയാണ് ഡോമ. അവൾക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇവളുടെ സിസ്റ്ററായിട്ടുണ്ടായിരുന്ന കനാവ് അങ്ങോട്ടേക്ക് വരുന്നത്, ആ കാസിൽ തുറന്നിട്ട്. അവൾ വന്നത് കാണുന്നത് ഡോമ ഷിനോബുവിനെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് കണ്ടത് അവൾ നിലവിളിക്കുകയാണ്. അതേസമയം ഷിനോബുവിൻ്റെ കയ്യിൽ നിന്ന് അവളുടെ കത്താന താഴെ വീഴുകയാണ്. ഇത് കണ്ടതും ദേഷ്യം പിടിച്ചിട്ട് അവൾ ഫ്ലവർ ബ്രെത്ത് 4th ഫോം യൂസ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യാണ്. പക്ഷെ ഉടനെ തന്നെ നമ്മുടെ ഡോമ അവിടുന്ന് മാറുകയാണ്. അങ്ങനെ പുള്ളി താഴെ വന്ന് ലാൻഡായതും ഷിനോബുവിനെ മൊത്തത്തിൽ അബ്സോർബ് ചെയ്ത് കൊന്നു കളഞ്ഞിട്ടു നമ്മുടെ ഡോമ. അങ്ങനെ ഇൻസെക്റ്റ് ഹാഷറയായിട്ടുള്ള ഷിനോബു ഇപ്പം മരിച്ചിരിക്കുകയാണ്. അങ്ങനെ അവളുടെ സിസ്റ്റർ മരിച്ചത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജെനിറ്റ്സുവിനെയാണ്. അങ്ങനെ ജെനിറ്റ്സു എങ്ങോട്ടോ നോക്കിയിട്ട് പറയാണ്, നീ അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് എനിക്കറിയാം, പുറത്തു വാ, നമ്മൾ ഏറ്റുമുട്ടേണ്ട ടൈം എത്തിക്കഴിഞ്ഞെന്ന് പറയാണ്. ഉടനെ തന്നെ ഓഹോ, കുറച്ച് വെല്ലുവിളി നിനക്ക് കൂടുതലാണല്ലോ എന്ന് പറഞ്ഞിട്ട് കൈഗാക്കും അങ്ങോട്ട് വരികയാണ്. അങ്ങനെ കൈഗാക്കും നമ്മുടെ ജെനിറ്റ്സുവിനും ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അതെന്താണെന്നും ഇവർ തമ്മിലുള്ള ഫൈറ്റ് എങ്ങനെയാണെന്നൊക്കെ ഇനി വരുന്ന എപ്പിസോഡ്സ് നമുക്ക് കാണാം.